നമ്മുടെ കഴിവിൽ നാം ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് പരിധികളും പരിമിതികളും ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും വേണ്ടതുപോലെ വിജയം കാണുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മെ വിജയകരമായി വഴി നടത്തുവാൻ കഴിയുന്ന, നമ്മുടെ നാളെയെ അറിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്തുകയില്ല. അതുകൊണ്ട് തന്നെ റോമർക്കെഴുതിയ ലേഖനം 10-11 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തുകളിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവത്തിലെ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് നമുക്ക് എണ്ണുവാൻ കഴിയുന്നെങ്കിൽ ഈ വിശ്വസ്തനായ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. പലപ്പോഴും സാഹചര്യങ്ങൾ അനുസരിച്ച് ആണ് നാം പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഇതുവഴി നടക്കണം, ആരെയൊക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കും.